എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ആത്മീയ ഗുരുവായ സുരേഷ് ബാബു ഗുരുക്കളെയാണ്. ഞാൻ അദ്ദേഹത്തെ സ്വാമി എന്നാണ് വിളിക്കുക. ഒത്തിരി അറിവുകളുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ സോഷ്യൽ മീഡിയയുടെ മുൻപിലോ അല്ലെങ്കിൽ വീഡിയോകൾ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കൂടുതൽ പബ്ലിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വമാണ്. ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് ഇതുപോലൊരു ഇന്റർവ്യൂ സെക്ഷൻ തന്നെ അദ്ദേഹം വരുന്നത്. നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാം. സ്വാമി നമസ്കാരം. എത്ര വർഷമായി സ്വാമി ഈ മേഖലയിൽ അല്ലെങ്കിൽ കളരിപ്പയറ്റ് പഠിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയിട്ട്? നമസ്തേ. ഞാൻ 15-ാമത്തെ വയസ്സിൽ കളരി പഠിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ എനിക്ക് 52 വയസ്സായി. ഇപ്പോഴും വൈവിധ്യമായിട്ടുള്ള കളരിമുറകളെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 25-ാമത്തെ വയസ്സിൽ അതത് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഗുരുക്കന്മാരെ കീഴിൽ നിന്നിട്ട് പഠിപ്പിക്കുകയും ഇപ്പോൾ കളരിയിട്ട് സ്വന്തമായിട്ട് പഠിപ്പിക്കുന്നു. അതിലുപരിയായിട്ടും വേറെ നല്ല നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തി അതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കളരിയുമായി ബന്ധപ്പെട്ട വേറെ ഏതൊക്കെ ശാസ്ത്രങ്ങൾ സ്വാമി പഠിച്ചിട്ടുണ്ട്? കളരി ഭാരതീയമായിട്ടുള്ള പൗരാണിക കലകളെ കുറിച്ചുള്ള ഒരു അന്വേഷണ വിദ്യാർത്ഥിയാണ് ഞാൻ. നമ്മുടെ പൈതൃക കലകളെ കുറിച്ചുള്ള അന്വേഷണം, അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അയോധന കലകളായിട്ടുള്ളതാണ്. അതിൽ നമ്മളെ കേരളത്തിന്റെ തനത് കല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ ഭാരതത്തിന്റെ തനത് കലയിൽപ്പെട്ട ഒന്നായ കളരി, അത് വടക്കൻ സമ്പ്രദായവും തെക്കൻ സമ്പ്രദായവും പഠിക്കുകയും അതുകൂടാതെ നമ്മുടെ തമിഴ്നാടിന്റെ ഏറ്റവും നല്ല ആർട്ടായിട്ടുള്ള സിലമ്പം, അടിമുറ, കൂത്തുവരിശ ഇങ്ങനെ സമ്പ്രദായങ്ങളും വ്യത്യസ്തമായ ആശാന്മാരിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് അതിൻ്റെ എന്തൊക്കെയാണ് അതിലടങ്ങിയിരിക്കുന്ന ആന്തരിക തത്വങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഗഹനമായിട്ടുള്ള ഒരു ഗവേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയും കൂടെ ചെയ്യണം. അതിനാണ് വ്യത്യസ്തമായ മാസ്റ്റർമാരെ കണ്ടെത്തി പഠിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കളരി ഗുരു എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള ശാസ്ത്രത്തിൽ ഉപരിയായിട്ട് ഒരു കളരി വിദ്യാർത്ഥി എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിലാണ് ഞാനെന്ത് പഠനത്തിന്റെ വ്യാപുല്യം ഉണ്ടായത്. എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഗുരുനാഥൻ, പ്രായം കൂടിയ ഗുരുനാഥൻ, നീ ഇത്രയും ശാസ്ത്രങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്, ആ വാക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും അന്വേഷണങ്ങൾ നടത്തിയത്. അപ്പൊ അതിൽ നമ്മൾ കളരി ആണ് ആദ്യം പഠിച്ചത്, വ്യത്യസ്തമായ ശൈലിയിൽ കൂടെ അതിന്റെ മർമ്മശാസ്ത്രങ്ങൾ, കുലാഭ്യാസ മർമ്മങ്ങളെ കുറിച്ചിട്ട്, പിന്നീട് ആയുർവേദ മർമ്മശാസ്ത്രങ്ങൾ. അതിന്റെ ശേഷം ഒരു നല്ലൊരു പ്രഗത്ഭനായ ഗുരുവിന്റെ കീഴിൽ ഒരു 2 വർഷത്തോളം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തു. മലയാള മാന്ത്രികം, താന്ത്രികം, തന്ത്രവിദ്യയിൽ ക്ഷേത്രപൂജ, ക്ഷേത്ര ആരാധന, ആ പ്രതിഷ്ഠാ രീതികൾ, പിന്നെ തന്ത്രവിദ്യന്റെ ഏറ്റവും ടോപ്പുള്ള ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള ക്രമങ്ങൾ, അതുകൂടാതെ കളരിക്ക് മാത്രം രഹസ്യമായിട്ടുള്ള ഒരു അനുഷ്ഠാന പദ്ധതിയും ഒരു കളരി ഗുരുക്കൾ നിത്യാനുഷ്ഠിക്കേണ്ട വന്ദനാദി കർമ്മങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള രഹസ്യവിധികളുണ്ട്. ആ പൂജകൾ പഠിക്കുകയും പിന്നെ പ്രാണിക് ഹീലിംഗ്, റൈക്കിൽ മാസ്റ്റർ ഡിഗ്രി, സുജോക്ക്, ഈ പഞ്ചുറക്കി പ്രഷർ, അതുപോലെ നമ്മളെ ജ്യോതിഷം, വാസ്തു, നമ്മുടെ യോഗ, നമ്മളെ പൈതൃകമായിട്ടുള്ള യോഗ, അത് ഓതറൈസ്ഡ് ആയിട്ടും അൺഓതറൈസ്ഡ് ആയിട്ടും ആ സർട്ടിഫിക്കറ്റ് ലെവലുള്ള ഗുരുക്കന്മാരെ കൂടാതെ നല്ല ഇതിൽ നിറയത്തെ ഋഷിതുല്യന്മാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഈ യോഗ അഭ്യസിക്കാൻ പോയിട്ടുണ്ട്. അതോടുകൂടെ തന്നെ നമ്മളെ പഞ്ചകർമ്മ ഡിപ്ലോമ, പഞ്ചകർമ്മ ചികിത്സ, പ്രകൃതി ചികിത്സയുടെ അസിസ്റ്റന്റിന്റെ രീതിയിൽ, അതായത് നമ്മൾ നഴ്സിംഗ് അസിസ്റ്റന്റ് പോലെ പ്രകൃതി ചികിത്സയുടെ ഡോക്ടർമാരെ അസിസ്റ്റന്റ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് സൈക്കോളജി, കൗൺസിലിംഗ്, ഇന്ത്യൻ കൗൺസിലിംഗ്, അതൊക്കെ അക്കാഡമിക്കൽ ലെവലിലാണ്. അതുപോലെ ഹിപ്നോട്ടിസത്തിന്റെ അക്കാഡമിക്കൽ ലെവലിൽ ഇത് കഴിഞ്ഞത്. കളരിയിൽ തന്നെ പല സ്ഥലത്തുനിന്നായിട്ട് ഡിപ്ലോമകൾ കഴിഞ്ഞിട്ടുണ്ട്. SRCന്റെ ഡിപ്ലോമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞപ്പോൾ ഡിപ്ലോമ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ സ്ഥലത്ത് തന്നെ ഡിപ്ലോമ കഴിഞ്ഞു. വേദശാസ്ത്രങ്ങൾ, വേദങ്ങൾ പഠിപ്പിക്കുന്ന പിന്നെ ഗുരുകുലങ്ങളുണ്ട്. അവിടെയൊക്കെ ചെന്നിട്ടാണ് നമ്മളിത് പഠിച്ചത്. പിന്നീട് ചിന്തർമാണി നാട്ടുവൈദ്യം, പാരമ്പര്യ നാട്ടുവൈദ്യം, സിദ്ധവൈദ്യ സമ്പ്രദായത്തിന്റെ ചില വഴികൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും കാലത്തിനടുത്ത് പഠിച്ചെടുക്കാൻ കഴിയുന്നു. അതിൽ പിന്നെ നമ്മളെ ഇത് രേഖാശാസ്ത്രങ്ങൾ, സാമുദ്രിക ശാസ്ത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ കുറഞ്ഞ കാലയളവിൽ അതിൻ്റെതായ ആചാര്യന്മാരെ കണ്ടെത്തുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ നമ്മളെ മണ്ണിനടിയിലുണ്ട് കിണറിന് എവിടെയാണ് യഥാർത്ഥ സ്ഥാനം നിൽക്കുന്നത്, യഥാർത്ഥ വെള്ളം നിൽക്കുന്ന സ്ഥലം അവിടെ ഉറവ കണ്ടെത്തുന്ന രഹസ്യമായിട്ടുള്ള മാർഗങ്ങൾ, അത് വാസ്തുശാസ്ത്രത്തിന്റെ വേറെ ചാപ്റ്റർ ക്ലാസ്സിൽ കൂടെ പോയി പഠിക്കും. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കും.